71 തലശ്ശേരി കലാപം നടക്കുമ്പോൾ UDF ആയിരുന്നു കേരളം ഭരിച്ചത്. 82 തിരുവനന്തപുരത്തെ ചാലിയിൽ കലാപം നടക്കുമ്പോൾ UDF ആയിരുന്നു ഭരണത്തിൽ. 92 പൂന്തുറയിൽ വർഗീയ കലാപം നടക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ. 2002 ഒന്നാം മാറാട് കലാപം നടക്കുമ്പോഴും 2003 രണ്ടാം മാറാട് കലാപം നടക്കുമ്പോഴും അന്ന് AK ആൻ്റണിയായിരുന്നു മുഖ്യമന്ത്രി. 2015 നാദാപുരത്ത് വർഗീയ കലാപം നടക്കുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസ് ഭരണകാലത്താണ് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നത്. അതാണ് ചരിത്രം. എന്നാൽ എല്ലാ കാലത്തും CPM-ഉം ഇടതുപക്ഷവും മതമൈത്രിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. വർഗീയതയ്ക്കെതിരായി പൊരുതി നിരവധി ധീരരായ പാർട്ടി പ്രവർത്തകന്മാർ RSSകാർ അതുകൊണ്ട് തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രം തിരിച്ചറിയുന്ന ഒരാളും ഷാജി പറയുന്നത് വിശ്വസിക്കില്ല. ഇപ്പോൾ NDTVയുടെ പുതിയ സർവേ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയാവാൻ ജനപ്രതി VD സതീശനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് UDF കേന്ദ്രങ്ങൾ വലിയ ചർച്ചയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ UDFന് അനുകൂലമായിട്ട് കേരളത്തിൽ? ഇടതുപക്ഷത്തിന് അനുകൂലമാണ് സാഹചര്യം. എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്? കഴിഞ്ഞ 10 വർഷം ഇന്ത്യക്ക് മാതൃകയായിരുന്നു ഇടതുപക്ഷ ഭരണം. ഗവൺമെൻറ് നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഞങ്ങളെല്ലാം വീടുകളിൽ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സർവേ നടത്തുന്നവർ ജനങ്ങളെ കാണുന്നില്ല. ഞങ്ങൾ കയറിയ കഴിഞ്ഞ 5 ദിവസത്തെ അനുഭവം വീട്ടിലുള്ളവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് എന്നാണ്. ഇന്ത്യയിൽ 2000 രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനവും കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഇടങ്ങളില്ല. UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല. KC വേണുഗോപാൽ പറഞ്ഞത് പെൻഷൻ കൈക്കൂലിയാണെന്നാണ്. പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആലോചിക്കുന്നു എന്ന് വന്നപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മര്യാദകേട് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുക? 2 പ്രധാനപ്പെട്ട പദ്ധതി ഇപ്പോൾ ആരംഭിക്കുകയാണ്. അപേക്ഷ ക്ഷണിച്ചു. അതിലൊന്നിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്തിക്കഴിഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്റ്റ് ടു വർക്ക് എന്ന സ്കോളർഷിപ്പ് പദ്ധതിയും. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷമാണ് ഉള്ളത്. ഈ MA ബേബി ഒരു വീട്ടിൽ പോയിട്ട് പാത്രം കഴുകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ട് ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനെതിരെ വലിയ പരിഹാസമാണ് കോൺഗ്രസ് ഹാൻഡിലുകളൊക്കെ ഉയർത്തുന്നത്. ഈ അവസാനം തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ജനറൽ സെക്രട്ടറി വരെ മറ്റേ വീട്ടിലൊക്കെ പോയി പാത്രം കഴുകുന്നു എന്ന തരത്തിൽ അതിനെങ്ങനെയാണ് കാണുന്നത്? ജനറൽ സെക്രട്ടറി ബേബിയെ പറ്റി അറിയുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിച്ച പാത്രം അദ്ദേഹം തന്നെ കഴുകും. അത് ഞങ്ങളൊക്കെ വീട്ടിലും പാർട്ടി ഓഫീസിലും ചെയ്യുന്ന കാര്യമാണ്. ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല തുടർഭരണം എന്നുള്ളത്, അതിനെക്കുറിച്ച് എന്താ പറയാം? ജനാധിപത്യപരമാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ ഇടതുപക്ഷം ഭരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷക്കാരല്ലാത്തവരടക്കമാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനാധിപത്യമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ കാണണം. വലതുപക്ഷം വന്നാൽ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കും. ജനാധിപത്യ നിഷേധമായിരിക്കും. മതനിരപേക്ഷത തകർക്കും. ഇതറിയുന്ന ജനങ്ങളാണ് ജനാധിപത്യപരമായി തന്നെ ഇടതുപക്ഷത്തെ 2021 രണ്ടാമതും അധികാരത്തിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2026 മൂന്നാമതും ഇടതുപക്ഷത്തെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ വോട്ട് ചെയ്ത് ജനങ്ങൾ അധികാരത്തിലെത്തിക്കുമെന്ന് ഞങ്ങൾ പറയുന്നതിന് കാരണം. ഈ സജി ചെറിയൻ ഭേദം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ സത്യമാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭേദം പ്രകടിപ്പിച്ചത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പരാമർശത്തെ എങ്ങനെയാണ് കാണുന്നത്, വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ? അല്ലല്ല, വെള്ളാപ്പള്ളി സ്വീകരിക്കുന്ന സമീപനം അദ്ദേഹത്തിൻ്റെ സമീപനമാണ്. ഇടതുപക്ഷത്തിൻ്റെ സമീപനം വ്യക്തമാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. RSSനെ എതിർക്കുക വഴി ഹിന്ദുക്കളെ മുഴുവൻ എതിർക്കുകയല്ല.
STPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ തീവ്രവാദത്തെ എതിർക്കുക വഴി ഞങ്ങൾ മുസ്ലിങ്ങളെ എതിർക്കുകയല്ല. അതുകൊണ്ട് വർഗീയതയും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരും രണ്ടും രണ്ടാണ്. വർഗീയതയെ എതിർക്കുമ്പോൾ ആ മതത്തിൽപ്പെട്ട വിശ്വാസികളെ എതിർക്കുന്നില്ല. മതവും വിശ്വാസവും വർഗീയതയല്ല. വർഗീയവാദിക്ക് മതവിശ്വാസിയാവാൻ കഴിയില്ല. ഒപ്പം മതവിശ്വാസി വർഗീയവാദിയാവുകയുമില്ല. അത് ഗാന്ധിജിയും ഗോഡ്സെയും ഉദാഹരണമാണ്. ഗാന്ധിജി തികഞ്ഞ മതവിശ്വാസിയാണ്. ഗോഡ്സെ വർഗീയവാദിയാണ്, RSSൻ്റെ പരിശീലകനാണ്. അപ്പോൾ വർഗീയവാദത്തെ എതിർക്കണം, ചെറുത്തു തോൽപ്പിക്കണം. വർഗീയവാദം ഇന്ത്യയിൽ വിജയിച്ചുകൂടാ. മതരാഷ്ട്രം രാജ്യത്തിന് ഭൂഷണമല്ല എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച ഗാന്ധിജിയെ ഇല്ലാതാക്കിയത് വർഗീയവാദിയാണ്. അതുകൊണ്ട് മതവും വിശ്വാസവും വർഗീയതയും തമ്മിൽ പൊരുത്തമില്ല. ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ പലപ്പോഴും CPM തള്ളി പറയാൻ തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ പരാമർശം ധ്രുവീകരണ സ്വഭാവമുള്ളതാണ്, എന്നിട്ട് പോലും തള്ളി പറയുന്നില്ലെന്നാണ് വിമർശനം ഉയരുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വായിച്ച ഒരാളും ഇങ്ങനെ അഭിപ്രായം പറയില്ല. അതാണ് ഞാൻ നേരത്തെ വിവരിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്നത്തെ സാഹചര്യത്തിൽ തന്നെ അതിന്മേൽ പ്രതികരിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ വോട്ടുകൾ CPMൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു ആശങ്ക പാർട്ടിക്കുണ്ടോ? ഭൂരിപക്ഷം വോട്ട് CPMന് കിട്ടുമെന്നാണ് ഞങ്ങളുടെ തികച്ചും ശരിയായ പ്രവർത്തനത്തിൻ്റെ ഫലമായുള്ള വിശ്വാസം. ഓക്കെ.